വി.ഡി. സതീശൻ സർക്കാരും ചീഫ് സെക്രട്ടറിയും രണ്ട് തട്ടിൽ. മന്ത്രിസഭാ തലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സസ്പെൻഷനിലുള്ള IAS ഉദ്യോഗസ്ഥനായ N. പ്രശാന്ത്, B. അശോക് എന്നിവരെ തിരിച്ചെടുക്കുന്നതിൽ നടപടികൾ വൈകിപ്പിക്കുകയാണ്. ചീഫ് സെക്രട്ടറി A. ജയതിലകും മുൻ സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയ ഉദ്യോഗസ്ഥരാണ് ഇരുവരും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ MS വീണ നൽകും. വീണ, ഈ ചീഫ് സെക്രട്ടറിയും സർക്കാരും ആദ്യഘട്ടത്തിൽ തന്നെ രണ്ട് തട്ടിലേക്ക് നീങ്ങുകയാണ്. വി.ഡി. സതീശൻ സർക്കാർ ചുമതലയേറ്റിട്ട് ഏതാണ്ട് ഒരാഴ്ച മാത്രമാണ് ആയിരിക്കുന്നത്. ഇതിനകം തന്നെ ചീഫ് സെക്രട്ടറി ഒരു വഴിക്കും മുഖ്യമന്ത്രി മറ്റൊരു വഴിക്കുമാണെങ്കിൽ കാര്യങ്ങൾ അത്ര ശരിയായ രീതിയിലായിരിക്കില്ലല്ലോ മുന്നോട്ടുള്ള പോക്ക്. തീർച്ചയായും ഗൗതം, അതുതന്നെയാണ്. അതായത് മന്ത്രിസഭ രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ കഴിഞ്ഞ സർക്കാർ നടപടി സ്വീകരിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ നടപടിക്ക് വിധേയരായ IAS ഉദ്യോഗസ്ഥരെ അടക്കം തിരിച്ച് നിയമനത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം സജീവമായി ചർച്ച ചെയ്യുന്നപ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ സർക്കാർ വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കുമെന്നടക്കം സ്വീകരിച്ച ആളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയും N. പ്രശാന്തിന്റെ കാര്യത്തിലും B. അശോക് കുമാറിന്റെ കാര്യത്തിലും എന്താണ് കഴിഞ്ഞ സർക്കാർ എടുത്ത നടപടി, അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടിയതിനു ശേഷം അവരെ തിരിച്ച് സർവീസിലേക്ക് എത്തിക്കുന്ന നടപടികൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുമെന്നാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനം. പക്ഷേ അതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ഇടപെടുകയും താൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യാമെന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത്. ആ അഭിപ്രായ ഭിന്നത ഇനി രൂക്ഷമാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ചീഫ് സെക്രട്ടറി ജെ തിലകിന്റെ ചില ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് പുതിയ തർക്കങ്ങൾക്കും അല്ലെങ്കിൽ സർക്കാർ തലത്തിലെ സംവിധാനങ്ങളിലെ അഭിപ്രായങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. N. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം 8 തവണയാണ് മുൻ സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയത് പലതവണയാണ്. അപ്പോൾ തന്നെ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ചീഫ് സെക്രട്ടറി ജയതിലകിന്റെ നിലപാടുകൾക്കെതിരെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലടക്കം ശക്തമായി പ്രതികരിക്കുകയും വീഡിയോകളിലൂടെയും എഴുത്തുകളിലൂടെയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് B. അശോക് കുമാറും അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. അദ്ദേഹം സർക്കാർ സർവീസിൽ ആയിരുന്ന സമയത്തിനാൽ ജോലിയിൽ ഇരിക്കെ തന്നെയാണ് അദ്ദേഹം ആ ഒരു കൃത്യനിർവഹണത്തിനിടയിൽ തന്നെയാണ് സർക്കാരിന്റെ പൊള്ളത്തരങ്ങളെയും കപടവാദങ്ങളെയും അവകാശവാദങ്ങളെയും ഒക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് വിമർശനവുമായി രംഗത്തെത്തിയത്. സർക്കാരിനെ വിമർശിക്കുന്നവരെ അപ്പോഴൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ വായടപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിനെതിരെ ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും പലതവണ പിന്തുണച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങൾ ശരിയാണെന്നും അവരെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്ന വി.ഡി. സതീശൻ സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കുകയും ചർച്ച ചെയ്തിരുന്നെങ്കിൽ പോലും അവരെ സർവീസിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി ഇടപെടൽ നടത്തിയത്. ആ ഇടപെടലിലെ നടപടിയാണ് ഇപ്പോൾ അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായിരിക്കുന്നത്. ഇവരെ സർവീസിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള യാതൊരുവിധ നടപടികളും ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 8 തവണ പ്രശാന്തിനെതിരെ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിൽ എന്താണ് നടപടിക്ക് കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടുകളും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അത് ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. അദ്ദേഹം അത്തരത്തിൽ കുറ്റക്കാരനായിരുന്നുവെങ്കിൽ സർക്കാർ എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ തേടാതിരുന്നത് എന്നുള്ള കാര്യത്തിൽ ആ ഒരു വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതിൽ തന്നെ ചില കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ പൊള്ളത്തരങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും വി.ഡി. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അനുകൂല നടപടി എടുക്കുമ്പോഴും ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് മുൻ സർക്കാരിനെ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തുടരുന്നത്. ഗൗതം, എന്തായാലും ഭരണത്തിലേറിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചീഫ് സെക്രട്ടറി ഒരു നിലപാട് സ്വീകരിക്കും, മുഖ്യമന്ത്രി മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. മുൻപ് സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യ പ്രശ്നം സർക്കാരിനും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും ഇടയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. MS വീണയാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.